മലയാള സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി ആയിരുന്നു മക്കളെ ഫെബ്രുവരി. രാവണപ്രഭുവിലെ ലാലേട്ടന്റെ സ്റ്റൈലിൽ പറഞ്ഞാൽ ബോക്സ് ഓഫീസിൽ ഹിറ്റുകളുടെ ഒരു സവാരി ഗിരിഗിരി നടത്തുകയായിരുന്നു ഫെബ്രുവരി. ഒന്നും രണ്ടും ഒന്നുമല്ല, കുറെ ഉണ്ട് പല ജോണറിൽ പല താരങ്ങളുടെ പിടയ്ക്കുന്ന ഹിറ്റുകൾ. അപ്പോ ഏതൊക്കെയാണ് ആ സിനിമകൾ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, റിവ്യൂ ബോംബിംഗ് കാരണം മലയാള സിനിമ നശിച്ചു പോകുന്നു എന്ന് നിലവിളിച്ച, റിവ്യൂസ് നിരോധിച്ചില്ലെങ്കിൽ പടം ഓടില്ല എന്ന് വാദിച്ച എല്ലാ ബുദ്ധിമാന്മാർക്കും വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് മൗനം ആചരിക്കാം. ഞാൻ വിളിക്കുന്നത് ഇങ്ങനെ തുടങ്ങാമോ? അയ്യർ ഇൻ അറേബ്യ ഈ മാസം ആദ്യം ഇറങ്ങിയ സിനിമ. ഫെബ്രുവരി 2 തിയേറ്ററുകളിലേക്ക് എത്തിയ MA നിഷാദ് സംവിധാനം ചെയ്ത അയ്യർ ഇൻ അറേബ്യ. MA നിഷാദ് ധ്യാൻ ശ്രീനിവാസനെയും മുകേഷിനെയും ഒക്കെ നായകന്മാരാക്കി സംവിധാനം ചെയ്ത സിനിമ. എല്ലാ ധ്യാൻ സിനിമകളെയും പോലെ തന്നെ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി ധ്യാൻ ഇന്റർവ്യൂവിൽ മെയിനായി മാറിയ സിനിമ. സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ സിനിമയുടെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരുന്നില്ല. സത്യം പറയാലോ, ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് പലരും അറിഞ്ഞത് തന്നെ ധ്യാന്റെ യൂട്യൂബിലെ ചില ഇന്റർവ്യൂസ് കണ്ടപ്പോഴാണ്. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയത് പോലും അധികം ആരും അറിഞ്ഞു കാണില്ല. OTT വരുമ്പോഴെങ്കിലും സിനിമ 2 ആള് കണ്ടാലായി. ആരും അങ്ങനെ റിവ്യൂ ഒന്നും ചെയ്യാത്തോണ്ട് ഈ സിനിമ റിവ്യൂ ബോംബിംഗ് കാരണമാണ് പരാജയപ്പെട്ടതെന്ന് കരഞ്ഞ് മെഴുകാനുള്ള ഒരു അവസരം ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു വിഷമം. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയെങ്കിലും ഇങ്ങനെ ഒരു പടം ഉണ്ടെന്ന് 4 ആളെ അറിയിക്കായിരുന്നു. LLB ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. AM സിദ്ദിഖ് സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത് ഫെബ്രുവരി 2 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് LLB. ഒരു ACP സംവിധാനം ചെയ്ത സിനിമ എന്നൊരു പ്രത്യേകതയോടുകൂടിയാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. കോഴിക്കോട് ഫറൂഖ് ACP ആണ് AM സിദ്ദിഖ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വേണ്ടി മൂപ്പര് ലീവ് ഒന്നും എടുത്തിരുന്നില്ല. ഉറങ്ങാനും വിശ്രമിക്കാനും ഒക്കെയുള്ള സമയം കട്ട് ചെയ്താണ് പുള്ളി സിനിമയുടെ എഴുത്ത് തീർത്തത്. LLBക്ക് പഠിക്കാൻ വരുന്ന 3 പയ്യന്മാർ, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും പരിപാടികളും ഒക്കെയാണ് സിനിമ പറഞ്ഞത്. ശ്രീനാഥ് ഭാസി, വിശാഖ് നായർ, അശ്വത് ലാൽ, അനൂപ് മേനോൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ ഉണ്ടെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇങ്ങനൊരു സിനിമ തിയേറ്ററിൽ എത്തിയെന്ന് അറിഞ്ഞിരുന്നില്ലെന്നത് ഒരു സത്യമാണ്. പക്ഷേ സിനിമ ആളുകൾ കണ്ടില്ലെങ്കിലും സിനിമയിലെ നായിക റീൽസിലൂടെ വൈറലായി. ആ കുട്ടിയെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും, അത് ഉറപ്പാണ്. പിന്നെ സിനിമ കണ്ടവര് തന്നെ കാര്യമായ പോസിറ്റീവ് ഒന്നും പറയാത്തത് കൊണ്ട് ബാക്കി നമുക്ക് OTT വരുമ്പോൾ നോക്കാം. പടം തിയേറ്ററിൽ യാതൊരു ചലനം ഉണ്ടാക്കാതെ കടന്നുപോയി. പ്രേമലു സൂപ്പർ ശരണ്യ റിലീസ് ആയതിനു ശേഷം സംവിധായകൻ ഗിരീഷ് ഷെഡിക്ക് ഹൈദരാബാദിൽ നിന്നും നിരന്തരം കോളുകൾ വന്നിരുന്നു. സൂപ്പർ ശരണ്യയുടെ റീമേക്ക് റൈറ്റ് ചോദിച്ചും അത് ഗിരീഷ് തന്നെ അവിടെ വന്ന് ഡയറക്ട് ചെയ്യുമെന്നും ചോദിച്ചിട്ടൊക്കെയുള്ള കോളുകളായിരുന്നു. അത് റൈറ്റ് കൊടുത്താലും എടുത്ത പടം അവിടെ വീണ്ടും ചെന്ന് ഡയറക്ട് ചെയ്യാനുള്ള പ്ലാൻ പുള്ളിക്ക് എന്തായാലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹൈദരാബാദിൽ ആ ക്യാരക്ടേഴ്സ് വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് പുള്ളി പലപ്പോഴും വെറുതെ ആലോചിച്ച് നോക്കിയിരുന്നു. അങ്ങനെ ഒടുവിലത് പ്രേമലുവിൽ ചെന്ന് നിന്നു. ഭാവന സ്റ്റുഡിയോസ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. മമ്മൂട്ടി കമ്പനിയൊക്കെ പോലെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ്. ഭാവനയിൽ നിന്ന് ദിലീഷ് പോത്തനാണ് ഗിരീഷ് ഷെഡിയെ കണ്ട് ബേസിലിനെയും നസ്രിയെയും കാസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതില്ല, എന്റെ വേറൊരു സാധനമുണ്ട്, അതൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഗിരീഷ് അന്ന് ആലോചിച്ച ഹൈദരാബാദ് കഥ പറയുന്നത്. അങ്ങനെ അവർക്കത് വർക്ക് ആവുകയും അത് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. ആ കഥയാണ് ഇന്ന് തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായി ഓടുന്ന പ്രേമലു. ഈ ഒരു സിനിമയോടെ നസ്ലൻ എന്ന നടന്റെ റേഞ്ച് ഒന്നുകൂടെ മാറുമെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഓൾറെഡി മാറിയെന്നും പറയാം. ജെൻസി ലവ് സ്റ്റോറി പറയുന്ന സിനിമ പിള്ളേർക്ക് മാത്രമല്ല സിനിമ കണ്ട എല്ലാവർക്കും ഒരുപോലെ കണക്ട് ആയി. മലയാളികൾ തിയേറ്ററിൽ നിന്ന് കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ക്വാളിറ്റിയുള്ള നല്ല റോം കോം സിനിമകൾ, അതായത് റൊമാന്റിക് കോമഡി സിനിമകൾ. അപ്പൊ പിന്നെ എല്ലാം ഒത്തിണങ്ങി അങ്ങനെ ഒരു സിനിമ വന്നാലുള്ള അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അതാണ് നമ്മൾ ഇപ്പോഴും കാണുന്ന തിയേറ്ററുകളിലെ തിരക്ക്. വൻ റിപ്പീറ്റ് ഓഡിയൻസ് ആണ് പ്രേമലു കാണാൻ ഇപ്പോഴും തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. വൻ താരങ്ങളോ വമ്പൻ ബഡ്ജറ്റോ ഭീകരമായ കഥയോ ഒന്നുമില്ലാതെ പ്യൂർ എന്റർടൈൻമെന്റ് നല്ല വൃത്തിക്ക് വിളമ്പി വെച്ചപ്പോ സദ്യ ഉണ്ണാൻ കയറുന്ന പോലെ മത്സരിച്ച ആള് കയറി പടത്തിന്. ഫെബ്രുവരി 9 പ്രേമലു തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. ആകെ 9 കോടിയിൽ താഴെ ബഡ്ജറ്റിൽ തീർത്ത പടം ഇപ്പോ 70 കോടിയും കഴിഞ്ഞ് കുതിക്കുകയാണ്. 100 കോടി കടന്നാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. അതിനുള്ള സ്റ്റഫ് പടത്തിലുണ്ട്. ഇപ്പതാ സാക്ഷാൽ രാജമൗലിയും മകനും പടം തെലുങ്കിലേക്ക് ഡബ് ചെയ്ത് അവിടെ റിലീസ് ചെയ്യുകയാണ്. അമ്മാതിരി കളക്ഷനാണ് മലയാളം വർഷം തന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും നേടുന്നത്. വിഷ്ണു വിജയുടെ യൂത്തിന്റെ പൾസറിഞ്ഞൊരുക്കിയ പാട്ടുകളും സെക്കൻഡിന് ഇടവിടാതെയുള്ള ഇടിവെട്ട് തമാശകളും നസ്ലൻ മമിത ജോഡിയും ഒക്കെ കൊണ്ട് പടം ഈ വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററായി കഴിഞ്ഞു. അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷണങ്ങളുടെ മാത്രം കഥ പറയുന്ന ഒരു സിനിമയല്ല,
അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് അന്വേഷകരുടെ കൂടി കഥ പറയുന്ന ഒരു സിനിമയാണ്. ട്രൂ ഇവന്റ്സിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയി ജിനൂവി എബ്രഹാം സ്ക്രിപ്റ്റ് എഴുതി ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. പ്രേമലുവിനൊപ്പം ഫെബ്രുവരി 9 തീയതി തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാണാതായ പെൺകുട്ടി, ഈ കണ്ണികൂടി, യവനിക ഒക്കെ പോലെയുള്ള സിനിമയുടെ ആ ഒരു മൂഡില് ഒരു സിനിമ എഴുതണമെന്നത് ജിനുവിന് ഏറെ നാളായുള്ള ഒരു ആഗ്രഹമായിരുന്നു. ടെക്നോളജിയുടെ യാതൊരുവിധ അഡ്വാൻറ്റേജും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ടാവുക? ഈ ഒരു ആലോചനയിൽ നിന്ന് പുള്ളി ആലോചിച്ചെടുത്ത സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ തിയേറ്ററിൽ നൽകിയത്. പിന്നെ ഇപ്പോ അടുത്ത കാലത്തെന്നല്ല, കുറച്ചു കാലമായിട്ട് തന്നെ ഇറങ്ങുന്ന ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അതിലെ നായകന്മാർക്കെല്ലാം ഒരു ഫാമിലി ട്രാജഡി എന്ന് പറയുന്നത് മസ്റ്റാണ്. അമ്മാതിരി ക്ലീശേ സാധനങ്ങളൊക്കെ ഒഴിവാക്കി, ചുരുക്കി പറഞ്ഞാൽ വലിയ അമാനുഷികതകളൊന്നും കുത്തി നിറയ്ക്കാത്ത തീർത്തും നീറ്റായി വന്നൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒപ്പം വന്ന മറ്റു സിനിമകൾ പോലെ ഒരു വമ്പൻ ഹിറ്റ് ആയില്ലെങ്കിലും പടം അത്യാവശ്യം ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഭ്രമയുഗം തൊട്ടടുത്ത ആഴ്ച റിലീസ് ആയില്ലായിരുന്നെങ്കിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചേനെ ബോക്സ് ഓഫീസിൽ. അതായത് ഇത്തരം സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അറിഞ്ഞ് പടം കാണാൻ വന്ന് തുടങ്ങിയപ്പോഴേക്കും ഭ്രമയുഗം വന്ന് വൻ അഭിപ്രായം നേടിയതോടെ മിക്സഡ് അഭിപ്രായം വന്ന ഈ പടം വിട്ട് എല്ലാവരും ഭ്രമയുഗത്തിന് പിന്നാലെ പോയി. അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു കളക്ഷൻ കിട്ടേണ്ട ഒരു സിനിമയായിരുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും. പടം അത് ഡിസർവ് ചെയ്യുന്നുണ്ടെന്നുമാണ് എന്റെ അഭിപ്രായം. എന്തു പറയുന്നു? അപ്പൊ എന്തായാലും അടുത്ത് ഭ്രമയുഗം. 2017-2018 സമയത്ത് ഒരു പീരീഡ് സെറ്റിംഗിലെ ഒരു ഹൊറർ സിനിമ ചെയ്യണമെന്ന രാഹുൽ സദാശിവന്റെ ആലോചനയാണ് ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന ഭ്രമയുഗത്തിന്റെ ശരിക്കുള്ള തുടക്കം. പടം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെന്നുള്ളത് മമ്മൂക്ക ഫാൻസിലും സിനിമാ പ്രേക്ഷകരിലും ചില്ലറ ആശങ്കകളൊന്നും അല്ല ഉണ്ടാക്കിയത്. പടം നല്ലതാവോ? ഇക്കാലത്ത് ആളുകൾ 2.5 മണിക്കൂർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണാനൊക്കെ തിയേറ്ററുകളിലേക്ക് വരുമോ? ഇനി വന്നാൽ തന്നെ പടം ആളുകൾക്ക് ഇഷ്ടമാവോ? ഹൊറർ സബ്ജക്റ്റ് ആണ്, ഇഷ്ടമായാൽ തന്നെ സിനിമ സാധാരണ ഓഡിയൻസിലേക്ക് എത്തൂ, ഹിറ്റാവൂ? അങ്ങനെ ഒത്തിരി ആശങ്കകൾ ഉണ്ടായിരുന്നു ഭ്രമയുഗം എന്ന സിനിമയെ പറ്റി. പക്ഷേ അറിയാലോ, മമ്മൂക്കയാണ്. തന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് പുള്ളി ഇപ്പൊ നിൽക്കുന്നത്. കൈവയ്ക്കുന്നതെല്ലാം ഗംഭീര ഐറ്റംസ്, അതൊക്കെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകർ. ഈ സിനിമയുടെ ഐഡിയ കൺസീവ് ചെയ്തത് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു എന്നാണ് സംവിധായകൻ പറയുന്നത്. സ്ക്രിപ്റ്റ് എഴുതിയതും അങ്ങനെ തന്നെ ചെയ്യണമെന്ന ഇന്റൻഷനോട് കൂടി തന്നെയാണ്. പ്രൊഡക്ഷൻ ഹൗസ് കൂടി അത് സപ്പോർട്ട് ചെയ്തതോടെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി. സിനിമ അനൗൺസ് ചെയ്തത് മുതലേ ആ ഒരു കാര്യം പ്രേക്ഷകരിൽ വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. മമ്മൂട്ടി അഭിനയിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നൊരു എക്സൈറ്റ്മെന്റിലാണ് ആദ്യം പലരും തിയേറ്ററുകളിലേക്ക് ഓടിയത്. കാരണം നമ്മളെ ജനറേഷനിലുള്ള ആരും അങ്ങനെ അധികം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ആരാണ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആഗ്രഹിക്കാത്തത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? സിനിമ ഒരു പീരീഡ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പരിപാടി ഈ സിനിമയ്ക്ക് നന്നായി ഗുണം ചെയ്തിട്ടുണ്ട്. ആർട്ടിലും പ്രൊഡക്ഷൻ ഡിസൈനിലും കോസ്റ്റ്യൂം ഡിസൈനിലും ഒക്കെ ഇത് പ്രയോജനപ്പെട്ടു. അതായത് കളറായിട്ട് സിനിമ എടുത്തിരുന്നെങ്കിൽ സെറ്റ് ഇട്ടതാണെന്ന് തോന്നിപ്പിക്കാവുന്ന പലതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയപ്പോൾ സിനിമയുമായി ബ്ലെൻഡ് ചെയ്ത് നിന്നു. മമ്മൂട്ടിയും അർജുൻ അശോകനും സിദ്ധാർത്ഥും ഒക്കെ മത്സരിച്ച് അഭിനയിച്ച സിനിമയാണ് ഭ്രമയുഗം. അർജുൻ ചെയ്ത വേഷത്തിലേക്ക് ആദ്യം രാഹുൽ പരിഗണിച്ചിരുന്നത് ആസിഫ് അലി ആയിരുന്നു. ആ സമയത്തെ ആസിഫ് അലിയുടെ തിരക്കുകൾ കാരണം പുള്ളി ബാക്ക് അടിച്ചതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയുടെ സൗണ്ട് ട്രാക്ക് ആണ്. ക്രിസ്റ്റോ സേവിയർ എന്ന സംഗീത സംവിധായകന്റെ ഗംഭീര വർക്ക്. ഇതിനകം തന്നെ വൈറലായ ഈ സിനിമയിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന മലയാളത്തിന്റെ സ്വന്തം പാട്ടെഴുത്തുകാരൻ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകനായ ദിനനാഥ് പുത്തഞ്ചേരിയാണ്. അക്കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. പഴമ തോന്നിപ്പിക്കുന്ന, എന്നാൽ കാണുന്നവർക്ക് ഒരു ബോറടിയും തോന്നിപ്പിക്കാത്ത തരത്തിലുള്ള സംഗീതം. എന്തായാലും ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് പടം കയറി കൊളുത്തി. പെർഫോമൻസ് കൊണ്ട് മമ്മൂക്ക വീണ്ടും വീണ്ടും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു മനുഷ്യനാണ്, എന്തൊരു നടനാണ്. സിനിമ ഇതിനോടകം 50 കോടിയിലേറെ രൂപയാണ് കളക്ട് ചെയ്തത്. ഈ വർഷത്തെ മമ്മൂക്കയുടെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ. തുണ്ട്. ഈ അടുത്തായിട്ട് ഒരുപാട് കഥകൾ ബിജുമേനോൻ കേട്ടിരുന്നു. അതെല്ലാം ഏറെക്കുറെ സീരിയസ് സ്വഭാവമുള്ള കഥകളായിരുന്നു. പുള്ളി ലാസ്റ്റ് ചെയ്ത സിനിമകളും പലതും സീരിയസ് സിനിമകളായിരുന്നല്ലോ. അതിൽ നിന്നൊക്കെ ഡിഫറന്റ് ആയാണ് റിയാസ് ഷെരീഫ് വന്ന് ബിജുമേനോട് ഒരു കഥ പറയുന്നത്. ലൈറ്റ് ഹ്യൂമറുകൾ കൊണ്ട് നിറച്ച തുണ്ട് സിനിമയുടെ കഥ. സിനിമയുടെ പേരിൽ തന്നെ ഒരു കോമഡി ഉണ്ട്, തുണ്ട്. പോലീസുകാരുടെ കഥയാണ് സിനിമ പറയുന്നതെങ്കിലും ഇതൊരു പോലീസ് സ്റ്റോറി അല്ല. അതായത് ഇൻവെസ്റ്റിഗേഷനും കേസും നിറഞ്ഞൊരു പരിപാടി അല്ല. പോലീസുകാർക്കിടയിൽ ഉണ്ടാകുന്ന ഈഗോയും അവരുടെ ഫാമിലി ഇഷ്യൂസും ഒക്കെയാണ് സിനിമയിൽ പറയുന്നത്. ഒരുപാട് മികച്ച ഗംഭീര സിനിമകൾ ഇറങ്ങിയ ഫെബ്രുവരിയിൽ ഒരു ആവറേജ് ടു ബിലോ ആവറേജ് അഭിപ്രായം വെച്ചുകൊണ്ട് തുണ്ടിന് തിയേറ്ററുകളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. സിനിമയുടെ ട്രെയിലറൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ, പക്ഷെ പടം തിയേറ്ററിൽ വീണു. ഫാമിലിയല്ല ഫാമിലി. 2023 തന്നെ ഒരുപാട് മൂവി ഫെസ്റ്റിവലുകളിൽ ഓടിയ സിനിമയാണ് ഡോൺ പാലത്തറ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത ഫാമിലി. എല്ലായിടത്തു നിന്നും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ സിനിമ
തിയേറ്ററുകളിലേക്ക് എത്തിയത് ഫെബ്രുവരി 22-നാണ്. മലയാള സിനിമ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഒക്കെ പലപ്പോഴും ചർച്ചയായിട്ടുള്ളത് ഭയങ്കരമായ കൊമേഴ്സ്യൽ സിനിമകൾ കൊണ്ടല്ല, ഇതുപോലുള്ള ചെറിയ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള സിനിമകൾ കൊണ്ടാണ്. ആ സിനിമകളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന സിനിമകളാണ് ഡോൺ പാലത്ര ഇതിനു മുന്നേയും ചെയ്തിട്ടുള്ളത്. ഫാമിലിയും അങ്ങനെ ഒരു സിനിമ തന്നെയായിരുന്നു. വിനയ് ഫോർട്ട് ആയിരുന്നു സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയത്. ഫെബ്രുവരി 22-ന് മഞ്ഞുമ്മൽ ബോയ്സിനോടൊപ്പമാണ് ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തിയത്. എന്തായാലും പടം തിയേറ്ററിൽ അങ്ങനെ വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. മഞ്ഞുമ്മൽ ബോയ്സ് 2006-ൽ നടന്നൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ചിദംബരം സംവിധാനം ചെയ്ത സിനിമ മഞ്ഞുമ്മൽ ബോയ്സ്. ഒരു ടീം ചെറിയൊരു ട്രിപ്പ് പോകുന്നതും തുടർന്നുണ്ടാകുന്ന ബാക്കി കാര്യങ്ങളുമൊക്കെയാണ് സിനിമ. സിനിമാറ്റിക് ആയ ചില കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത് 90% റിയൽ ക്യാരക്ടേഴ്സിനോട് നീതി പുലർത്തിയാണ് ചെയ്തിട്ടുള്ളതെന്ന് സംവിധായകൻ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഷോൺ ആന്റണി. അപ്പോൾ ഷോണിന്റെ സുഹൃത്ത് വലയങ്ങളിൽ വരുന്ന ആൾക്കാരാണ് ഈ റിയൽ മഞ്ഞുമ്മൽ ബോയ്സ്. ജാനേമൻ സിനിമയുടെ കോ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ ഷോൺ ആന്റണി ചിദംബരത്തിന്റെ അടുത്ത ഫ്രണ്ടാണ്. ഈ ഷോണിന്റെ മഞ്ഞുമൽക്കാരനായ ഫ്രണ്ട് റോൺഷാണ് ചിദംബരത്തിനോട് ഈ കഥ ആദ്യം പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ഇത് ഞാൻ പണ്ട് വായിച്ചിട്ടോ കേട്ടിട്ടോ ഉള്ള ഒരു വാർത്തയാണല്ലോ എന്ന് ചിദംബരത്തിന് തോന്നി. ഈ ഒരു ഇൻസിഡന്റ് സത്യത്തിൽ ഒരു സ്പേസിന്റെ ചരിത്രം തിരുത്തിയൊരു ഇൻസിഡന്റ് ആണ്. ഇതുവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നു, അതും ഒരു മലയാളി. ഉറപ്പായും അതിലൊരു സിനിമയുണ്ടെന്ന് ചിദംബരത്തിന് തോന്നി. വൈകാതെ തന്നെ ചിദംബരം മഞ്ഞുമൽ ചെന്ന് അന്ന് ആ ഇൻസിഡന്റ് ഫേസ് ചെയ്യേണ്ടി വന്നവരെയൊക്കെ നേരിട്ട് കണ്ടു, അവരുടെ അനുഭവങ്ങൾ നേരിട്ട് കേട്ടു. ചിദംബരം തന്നെ സ്ക്രിപ്റ്റ് എഴുതി. ജാനേമനിന്റെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ 1 മാസം എടുത്ത പുള്ളിക്ക് പക്ഷെ മഞ്ഞുമൽ ബോയ്സിന്റെ സ്ക്രിപ്റ്റ് എഴുതി തീർക്കാൻ 1 വർഷം എടുത്തു. മലയാള സിനിമയിൽ വളരെ കുറവ് സിനിമകളുള്ളൊരു ജോണറാണ് സർവൈവൽ ത്രില്ലേഴ്സ്. ഇനി അങ്ങോട്ട് ആ ജോണറിലുള്ള സിനിമകളെ പറ്റി പറഞ്ഞാൽ അതില് മുൻപന്തിയിൽ തന്നെ കാണും മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി 22-ന് റിലീസായിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ ഇന്ത്യയിലെ സർവൈവൽ ത്രില്ലർ മൂവീസിന് ഒരു ബെഞ്ച് മാർക്കായി മാറിക്കഴിഞ്ഞു പടം. സുഷിൻ ശ്യാം പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇത് മലയാളത്തിന്റെ സീൻ മാറ്റുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞൊക്കെ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു. മഞ്ഞുമൽ കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. സുഷിൻ പറഞ്ഞ പോലെ തന്നെ സീൻ മാറ്റി. പടം ആ ഹൈപ്പിനോട് നീതി പുലർത്തി എന്നതിന്റെ തെളിവാണ് തിയേറ്ററിൽ മഞ്ഞുമൽ കാണാനുള്ള ഈ തിരക്ക് നമ്മളോട് പറയുന്നത്. കേരളത്തിലെ പോലെ തന്നെ പടം തമിഴ്നാട്ടിലും വൻ ഹിറ്റാണ്. പടം കണ്ട് രോമാഞ്ചം അടിച്ച കമൽഹാസൻ മഞ്ഞുമൽ ടീമിനെ മീറ്റ് ചെയ്തതും I like the film very much. ഉദയനിധി സ്റ്റാലിനും ധനുഷും ഒക്കെ അവരെ മീറ്റ് ചെയ്തതിൽ നിന്നുമൊക്കെ തമിഴ്നാട്ടിൽ ഈ പടത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. தமிழ் மலையாளம் அப்பலாம் கிடையாது. பட்டனா படம் கண்டென்ட் தான் ப்ரோ பெஸ்ட். என்னோட வயசு 39. இதான் ஃபர்ஸ்ட் டைம் இப்படி ஒரு படம் பார்க்கறேன். ഈസിലി ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നായി മാറിക്കഴിഞ്ഞു മഞ്ഞുമൽ ബോയ്സ്. ഇതൊന്നും കൂടാതെ വന്ന ചില സിനിമകളുണ്ട്, അതൊന്ന് ഓട്ടിച്ചു നോക്കാം. വേറൊന്നും കൊണ്ടല്ല, പ്രത്യേകിച്ച് പറയാനും മാത്രമൊന്നും ഇല്ല, അതുകൊണ്ടാണ്. വടക്കുംനാഥൻ എന്നൊരൊറ്റ സിനിമ മതി ഈ സംവിധായകനെ മലയാളികൾ എന്നും ഓർത്തിരിക്കാൻ. ഷാജൂൺ കാര്യാൽ അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമ ഈ ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയിരുന്നു, മൃദുഭാവേ ദൃഢകൃത്യ. കേരള പോലീസിന്റെ മോട്ടോ ആണ് മൃദുഭാവേ ദൃഢകൃത്യ, അറിയാലോ. സണ്ണി ലിയോണൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. പടം റിവ്യൂ ബോംബിംഗ് കാരണം പരാജയപ്പെട്ടു എന്നാണ് തോന്നുന്നത്. നമ്മള് 90s കിഡ്സിന്റെ എക്കാലത്തെയും ഫേവറേറ്റ് സിനിമയായ പ്രിയം ഒരുക്കിയ സംവിധായകനാണ് വാസുദേവ് സാനൽ. അദ്ദേഹം സംവിധാനം ചെയ്ത് ഫെബ്രുവരിയിൽ തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു അന്ധകാര. മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനോടെ വന്ന സിനിമ കണ്ടിരുന്നവരെ വയലന്റ് ആക്കി എന്നാണ് കേട്ടത്. എന്തായാലും ഈ സിനിമയും തിയേറ്ററിൽ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി. ഇത് കൂടാതെ സഞ്ജീവ് ശിവന്റെ ഒഴുകി ഒഴുകി ഒഴുകി, ദി സസ്പെക്ട് ലിസ്റ്റ്, മനസ്സ്, ചോപ്പ്, അരിവാൾ തുടങ്ങിയ സിനിമകളും തിയേറ്ററുകളിൽ എത്തിയിരുന്നു. അരിവാൾ എന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടിട്ട് ആ പടം തിയേറ്ററിൽ ചെന്ന് കണ്ട ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ഇവരിത് യെസ്മയിൽ റിലീസ് ചെയ്തിരുന്നെങ്കിൽ 4 ആൾ കാണുകയും കുറച്ച് കാശ് കിട്ടുകയും ചെയ്യുമായിരുന്നു എന്നാണ്. OTT വരട്ടെ, തൂക്കണം. അപ്പോ ഇതൊക്കെയാണ് കഴിഞ്ഞ മാസം, അതായത് 2024 ഫെബ്രുവരിയിൽ തിയേറ്ററിൽ റിലീസായ മലയാള സിനിമകൾ. ഈ സിനിമകളുടെ ഒരു റിസൾട്ടിൽ നിന്നെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ ഓടും, മോശമാണെങ്കിൽ ഓടില്ല എന്ന ബേസിക് കാര്യം ഇവിടെ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാളുടെ ഒരു സിനിമ റിവ്യൂ കൊണ്ടൊന്നും ഇവിടെ ഒരു മോശം സിനിമയും ബ്ലോക്ക് ബസ്റ്ററും ആയിട്ടില്ല. ഒരാളുടെ മോശം റിവ്യൂ കൊണ്ട് ഒരു നല്ല സിനിമയും പരാജയപ്പെട്ടിട്ടുമില്ല. പെട്ടിക്കട വുഡെന്ന് പറഞ്ഞ് കളിയാക്കിയവര് തന്നെ ഇപ്പോ മലയാള സിനിമ എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്നു. അതിന് കാരണം ഇവിടെ വന്ന മികച്ച സിനിമകളാണ്, അത് സ്വീകരിച്ച ഇവിടുത്തെ പ്രബുദ്ധരായ പ്രേക്ഷകരാണ്. അവർക്ക് നല്ല സിനിമകൾ കൊടുത്ത സംവിധായകരും അവർ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളും അവരെ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. നല്ല ചിത്രങ്ങളിലേക്ക് അവർ തീർച്ചയായും മടങ്ങി വരും. അപ്പോ ഈ പറഞ്ഞതില് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടമായ സിനിമകളും ഇഷ്ടമാവാത്ത സിനിമകളും ഏതാണെന്ന് കമന്റിൽ പറയുക. അപ്പോ ഇനി മാർച്ച് മാസത്തെ സിനിമകളുടെ വിശേഷങ്ങളും അനാലിസിസുമായി അടുത്ത മാസം കാണാം. ഓക്കെ.